SDA ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഏറ്റവും പുതിയ കേന്ദ്ര സർക്കാർ ജോലികൾ അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.rrbchennai.government.in RRB NTPC റിക്രൂട്ട്മെൻറ്റ് 2024 തൊഴിൽ അറിയിപ്പ് പുറത്തിറക്കി. ഈ പുതിയ RRB റിക്രൂട്ട്മെൻറ്റിലൂടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ വിഭാഗത്തിലെ NTPC അതായത് കൊമേഴ്സ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്നീ തസ്തികകളിലേക്ക് 11,558 ഒഴിവുകളിലേക്ക് യോഗ്യരും താൽപ്പര്യമുള്ളവരുമായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിക്കുന്നു. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ്, കൊമേഴ്സ്യൽ ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട് ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ആൻഡ് ട്രെയിൻസ് ക്ലർക്ക് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. പ്രധാനപ്പെട്ട തീയതികൾ: ഓൺലൈൻ അപേക്ഷയുടെ തുടക്കം സെപ്റ്റംബർ 14, 2024. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2024 ഒക്ടോബർ 21. RRBയുടെ ഏറ്റവും പുതിയ തൊഴിൽ അറിയിപ്പ് വിശദാംശങ്ങൾ. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഏറ്റവും പുതിയ റിക്രൂട്ട്മെൻറ്റിനായുള്ള പ്രധാന വെബ്സൈറ്റിലെ ഓൺലൈൻ അപേക്ഷ പൂരിപ്പിച്ച് കേന്ദ്ര സർക്കാർ ജോലി നേടുകയും യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പോസ്റ്റിന് അപേക്ഷിക്കാം. പ്രായപരിധി, തിരഞ്ഞെടുക്കൽ പ്രക്രിയ, വിദ്യാഭ്യാസ യോഗ്യത, വാഗ്ദാനം ചെയ്യുന്ന ശമ്പളം തുടങ്ങിയ എല്ലാ വിവരങ്ങളും വായിച്ചതിന് ശേഷം ഉദ്യോഗാർത്ഥികൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കാൻ നിർദ്ദേശിക്കുന്നു. RRB NTPC റിക്രൂട്ട്മെൻറ്റ് 2024 ഏറ്റവും പുതിയ ഒഴിവ് വിശദാംശങ്ങൾ. RRB അവരുടെ സമീപകാല റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം 2024 ഇനി പറയുന്ന ഒഴിവുകളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടു. അവരുടെ ഒഴിവുകൾ നികത്താൻ അവർ 11,558 ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. NTPC ബിരുദതല പോസ്റ്റുകൾ. പോസ്റ്റിന് പേര് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 361 ഒഴിവുകൾ. കമ്മീഷൻ കം ടിക്കറ്റ് ക്ലർക്ക് 2022 ഒഴിവുകൾ. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 990 ഒഴിവുകൾ. ട്രെയിൻ ക്ലർക്ക് 72 ഒഴിവ്. ആകെ പോസ്റ്റ് 3,445. NTPC ഗ്രാജുവേറ്റഡ് ലെവൽ പോസ്റ്റുകൾ. പോസ്റ്റിന് പേര് ഗുഡ്സ് ട്രെയിൻ മാനേജർ 3,144 ഒഴിവുകൾ. സ്റ്റേഷൻ മാസ്റ്റർ 994 ഒഴിവുകൾ. ചീഫ് കമ്മീഷൻ കം ടിക്കറ്റ് സൂപ്പർവൈസർ 1,736 ഒഴിവുകൾ. ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് 1,507 ഒഴിവുകൾ. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 732. ആകെ 8,113 ഒഴിവുകൾ. RRB NTPC റിക്രൂട്ട്മെൻറ്റ് 2024 പ്രായപരിധി വിശദാംശങ്ങൾ. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഏറ്റവും പുതിയ ജോലികൾക്ക് അപേക്ഷിക്കാൻ ഫോമുകൾ പൂരിപ്പിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇനി പറയുന്ന പ്രായപരിധി നേടേണ്ടതുണ്ട്. അറിയിപ്പ് ലഭിച്ച പ്രായമായ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ജോലി ഒഴിവിലേക്ക് അപേക്ഷിക്കാൻ കഴിയൂ. SC ST PWD സ്ത്രീകൾ എന്നീ എല്ലാ വിഭാഗങ്ങളിലെയും സംവരണ വിഭാഗക്കാർക്ക് സർക്കാർ മാനദണ്ഡങ്ങളനുസൃതമായ ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. പോസ്റ്റ് ലെവലുകൾ. പ്രായം. ബിരുദ പോസ്റ്റുകൾ 18 to 33 വയസ്സ്. ഗ്രാജുവേറ്റഡ് പോസ്റ്റുകൾ 18 to 36 വയസ്സ്. ചട്ടങ്ങൾ അനുസരിച്ച് പ്രായപരിധിയിൽ ഇളവ് ബാധകമാണ്. RRB NTPC റിക്രൂട്ട്മെൻറ്റ് 2024 വിദ്യാഭ്യാസ യോഗ്യതാ വിശദാംശങ്ങൾ. RRB NTPC റിക്രൂട്ട്മെൻറ്റ് 2024 അപേക്ഷ ഫോം പൂരിപ്പിക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ വിവിധ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അവസരങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കാൻ അഭ്യർത്ഥിച്ചു. ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. യോഗ്യതയുള്ള അപേക്ഷകർ മാത്രം അപേക്ഷിക്കണം, അല്ലെങ്കിൽ അവരുടെ അപേക്ഷ നിരസിക്കപ്പെടും. ചീഫ് കൊമേഴ്സ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ ഏതെങ്കിലും ബിരുദം.
സ്റ്റേഷൻ മാസ്റ്റർ ഏതെങ്കിലും ബിരുദം. ഗുഡ്സ് ട്രെയിൻ മാനേജർ ഏതെങ്കിലും ബിരുദം. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ്. കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ടൈപ്പിംഗ് പ്രാവീണ്യമുള്ള ഏതെങ്കിലും ബിരുദം അത്യാവശ്യമാണ്. സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ്. കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ടൈപ്പിംഗ് പ്രാവീണ്യമുള്ള ഏതെങ്കിലും ബിരുദം അത്യാവശ്യമാണ്. കൊമേഴ്സ്യൽ ടിക്കറ്റ് ക്ലർക്ക്. +2 അല്ലെങ്കിൽ തത്തുല്യം. അക്കൗണ്ട്സ് ക്ലർക്ക് ടൈപ്പിസ്റ്റ്. +2 അല്ലെങ്കിൽ തത്തുല്യം. ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ്. +2 അല്ലെങ്കിൽ തത്തുല്യം. ട്രെയിൻ ക്ലർക്ക്. +2 അല്ലെങ്കിൽ അതിന് തുല്യമായത്. RRB NTPC റിക്രൂട്ട്മെന്റ് 2024 അപേക്ഷ ഫീസ് വിശദാംശങ്ങൾ. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ ഏറ്റവും പുതിയ 11,558 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ ഉദ്യോഗാർത്ഥികൾ നോട്ടിഫൈഡ് മോഡിൽ അപേക്ഷാ ഫീസ് അടയ്ക്കാൻ അഭ്യർത്ഥിച്ചു. ഒരിക്കൽ അടച്ച അപേക്ഷാ ഫീസ് തിരികെ ലഭിക്കില്ല. ഫീസ് ഇളവ് ക്ലെയിം ചെയ്യുന്ന അപേക്ഷകർ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതി പ്രകാരം ബന്ധപ്പെട്ട വിഭാഗത്തിൻ്റെ സാധുതയുള്ള സർട്ടിഫിക്കറ്റ് കൈവശം വെക്കണം. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് വഴിയാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. അപേക്ഷ ഫീസ് അടയ്ക്കാതെ അപേക്ഷ ഫോം മാത്രം കൊണ്ട് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അപേക്ഷ നിരസിക്കും. എല്ലാ അപേക്ഷ സേവന നിരക്കുകളും ഉദ്യോഗാർത്ഥികൾ മാത്രം വഹിക്കും. UR, EWS, OBC എന്നിവർക്ക് 500 രൂപയും SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കും സ്ത്രീകൾക്കും 250 രൂപയുമാണ് ഫീസ്. പേയ്മെൻറ്റ് മോഡ് ഓൺലൈനായിട്ട്. ഏറ്റവും പുതിയ RRB NTPC റിക്രൂട്ട്മെന്റ് 2024 എങ്ങനെ അപേക്ഷിക്കാം? താൽപ്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് RRB NTPC റിക്രൂട്ട്മെന്റ് 2024 വിജ്ഞാപനത്തിനായി 2024 സെപ്റ്റംബർ 14 മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. RRB NTPC റിക്രൂട്ട്മെന്റ് 2024 ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2024 ഒക്ടോബർ 21 വരെയാണ്. അവസാന തീയതികളിലെ തിരക്ക് ഒഴിവാക്കാൻ അപേക്ഷകർ വളരെ നേരത്തെ തന്നെ അപേക്ഷിക്കാൻ നിർദ്ദേശിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയായിരുന്നു പറയാനുണ്ടായിരുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.